എങ്ങനെയാണ് എനിക്കറിയാമോ? പഞ്ഞുകുള്ളിലേക്ക് നമ്മളിപ്പോ പോണത് ഇതിനു മുമ്പ് നമ്മൾ കണ്ട വീഡിയോയിൽ കണ്ട അതേ സ്ഥലത്തേക്ക് തന്നെയാണ് പോണത്. അപ്പൊ നമ്മൾ ആ കപ്പിൽ വെച്ച തയ്യ് വീണ്ടും നമ്മളെടുത്ത് ഇപ്പം നിലത്തേക്ക് വെച്ചോണ്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ വളർച്ച കിട്ടാനും അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവിടെ ചെന്ന് കാണാം. നിങ്ങളിപ്പോൾ ഈ പുറകെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഫീൽഡ്, അതായത് തൈ വയ്ക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഫീൽഡിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. അതായത് ആദ്യം നമ്മുടെ ലൈനിൽ കുത്തിയിളക്കി, അത് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് കുഴി കുത്തി അതിൻ്റെ തൈ വെക്കണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കി നനകളും കാര്യങ്ങളും അതിൻ്റെ അകത്ത് വളമിടിയിലും കാര്യങ്ങളെല്ലാം ഇത് ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത്. പഴയ നേരത്തെ വീഡിയോ കണ്ട തയ്യ് നിറച്ച് വെച്ചിരിക്കുന്നതായി കാണാം. ഇത് തന്നെ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞെടുക്കുള്ളൂ. ഇതിലും മോശം തൈ മാറ്റി സെലക്ട് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് ഈ കാണുന്നത്. ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഇപ്പോൾ ഈ ഒരു നിലയിൽ ഒരു 80 തൊട്ട് 90 തൈ വരെയാണ് ഒരു നിലയിൽ. ഒരു 42 തൈ നമുക്ക് ഒരു നിലയിൽ വരും. അപ്പോൾ അതിൻ്റെ ഇരട്ടി നമുക്കൊരു 90 തൈ വരും ഒറ്റ നിലയിൽ, ഈ നിലയിൽ തന്നെ. ഇതൊരു 3 മാസം കൊണ്ട് നമ്മൾ നല്ലോണം നോക്കുവാണെങ്കിൽ കൃത്യം 3-ാം മാസം നമുക്കിത് ബഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു 100 ml വെച്ചാണ് ഒരു തൈക്ക് ഒഴിക്കുന്നത്. അതായത് ഫാക്ടംബോസ് ഒരു 2 കിലോ ഒരു 200 ലിറ്റർ ജാറിലേക്ക് 2 കിലോ 2.5 കിലോ നമ്മൾ മിക്സ് ചെയ്ത് അതിലൊരു 100 മില്ലി 150 മില്ലി വെച്ച് നമ്മൾ ഓരോ തൈക്കും ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത വർഷം, അതായത് അടുത്ത ജൂൺ ജൂലൈയിലേക്ക് നമുക്ക് സെയിൽ ചെയ്യാനുള്ള തൈയുടെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളിതിൻ്റെ ഓരോ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുരുപ്പിടലും നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇതേ കുരുപ്പിടലും കാര്യങ്ങളും അതിൻ്റെ സ്റ്റെപ്പ്, 1-ാം സ്റ്റെപ്പ് അത്, 2-ാം സ്റ്റെപ്പ് ഇത്, ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളിലേക്ക് ഓരോന്നോ കാര്യങ്ങളും എത്തിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു തയ്യെ സംബന്ധിച്ച് 2-ാം ഘട്ടമാണ്. ആദ്യത്തെ ഘട്ടം നമ്മൾ പഴയ വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ കൂടുതൽ നഴ്സറിയുടെ വിശേഷങ്ങളും ഇതിൻ്റെ അടുത്ത ഘട്ടവും അഗ്രികൾച്ചർ കാര്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.